ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരിയെയും കൊണ്ട് പോലീസുകാർ വീട്ടിൽ വന്നു. മനുവിൻ്റെ മുന്നിലൂടെ പോലീസുകാർ വലിച്ചഴിച്ച് ഹരിയെ കൊണ്ടുപോകും കേട്ടോ. ചേട്ടനെ കണ്ടപ്പോഴത്തേക്ക് ഹരി ഇങ്ങനെ മനുവിനെ നോക്കുന്നതെന്ന് പറഞ്ഞൊരു ഒന്നൊന്നര നോട്ടമാണ്. മനു തിരിച്ചു അതുപോലെ തന്നെ. ഇവനാണെങ്കിൽ നാണവും എന്തൊക്കെയോ ഒരു വികാരമായിട്ട് ഇവനിങ്ങനെ ആകെ നാണം കെട്ടിങ്ങനെ അകത്തേക്ക് കയറിപ്പോവുക. കമലയാണെങ്കിൽ ലോകത്തുള്ള വിവരങ്ങളെല്ലാം വിളിച്ച് എല്ലാവരോടും പറഞ്ഞ് നമ്മുടെ വൈജയെ വിളിച്ചറിയിച്ച് എല്ലാം സെറ്റപ്പാക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസുകാർ മകനെയും കൊണ്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. കയ്യും കാലും വിറച്ച് ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുക. അപ്പോൾ പോലീസുകാരൻ ഇങ്ങോട്ട് കയറി ചെല്ലുന്നത് കണ്ടപ്പോഴത്തേക്ക് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കമല മകനെ കണ്ടപ്പോഴത്തേക്കോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പോലീസുകാർ കൊണ്ടുവന്ന് ഈ കമലയുടെ മുന്നിലേക്ക് ഇവനൊരു ഒറ്റ തള്ളായിരുന്നു. അമ്മയുടെ മുന്നിലേക്ക് പോയി മോൻ അങ്ങ് ഒരു ഒറ്റ വീഴ്ച. അപ്പോഴത്തേക്കും പോലീസുകാരെ ഇങ്ങനെ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടി കമല ഇങ്ങനെ നോക്കുക. മകനാണെങ്കിൽ തല കുനിച്ച് ഇങ്ങനെ നിൽക്കുന്നു, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. മിണ്ടിയിട്ട് കാര്യവും ഇല്ലല്ലോ. അങ്ങനെ ആ ഒരു വല്ലാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് അയ്യോ മോനെ എന്നുള്ള രീതിയിലാണ് അമ്മ മോനെ നോക്കുന്നത്. മോനാണെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കാനാണെങ്കിൽ മടിയും നാണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഉളുപ്പുണ്ട് ആ ഒരു ഇതിൽ. അപ്പോൾ നമ്മുടെ SI സാർ ഇങ്ങനെ കമലയുടെ അടുത്തേക്ക് വന്നു. കമലയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഇതാണോടാ നിൻ്റെ തള്ള എന്ന് ചോദിച്ചു. അന്നേരം ഇവനൊന്നും മിണ്ടിയില്ല. ആണോടാ? അപ്പോൾ ഒന്നും മിണ്ടാതെ നിന്നപ്പോഴത്തേനും അവൻ്റെ മുടിക്കുത്തിന് പിടിച്ച് മുഖത്ത് നോക്കി പറയടാ നായേ എന്ന് ഹരിയോട് പറയാം. നിൻ്റെ പെറ്റതള്ള തന്നെ ആണോടാ ഇത് എന്ന് ചോദിക്കുക. അപ്പം അതേന്ന് പറഞ്ഞു ഹരി. അവൻ്റെ മുടി പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു. അവന് ശരിക്കും വേദനിച്ചു. കൊള്ളാം എന്ന് നന്നായിട്ട് വളർത്തി നല്ല അസലും മകനാ കേട്ടോ എന്ന് SI സാറ് പറയാം. ഇവിടെയല്ലേ അലീന എന്ന വേലക്കാരി പെണ്ണ് ആദ്യം ജോലിക്ക് നിന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് കമല പറയാം. അന്നേ ഈ അവൾക്കേ പൈസയും സ്വർണവും കൊടുത്ത് വശീകരിക്കാൻ നോക്കി. ഇവൻ ചെയ്തത് മുഴുവൻ ഇവനെ കൊണ്ട് പറയിപ്പിച്ചു പോലീസുകാർ. അത് വല്ലതും നിങ്ങൾ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കാം. അപ്പോൾ ഇല്ല എന്ന് കമല പറഞ്ഞു. കമലയ്ക്ക് പേടിയായിട്ടും പാടില്ല. കയ്യും കാലം കിളികളാന്ന് വിറയ്ക്കുക. ഇവൻ അവളെ ബാലചന്ദ്ര മേനോൻ്റെ വീട്ടിൽ വെച്ച് റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ എന്ന് SI സാറ് ചോദിച്ചു. അന്നേരം ഇല്ല എന്നും പറഞ്ഞിരിക്കുക കമല. അത് അറിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ഇങ്ങനെ ബപ്പ അടിക്കുകയാണ് കമല ചേച്ചി. അപ്പം ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ പറഞ്ഞു. ഒന്നെങ്കിൽ അറിഞ്ഞു അല്ലെങ്കിൽ ഇല്ല, ഏതെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു. അന്നേരം അറിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് കമല ഇങ്ങനെ പറയാം. അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് ആ കേസ് ഒതുക്കി തീർത്തതാണല്ലേ എന്ന് SI സാറ് ചോദിക്കാം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇതായിട്ട് കമല ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ ബാലചന്ദ്ര മേനോൻ്റെ ഒരു മകളുണ്ടല്ലോ, എന്താ ബബിത എന്ന് പറയുന്നത്. അപ്പോൾ അവളെയും ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കിയെന്നുള്ള കാര്യം SI സാറ് പറയാം. ഇവൻ ആരാ മോനെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചു. നല്ല തങ്കപ്പെട്ട പൊന്നാര മോനാ ഇവനെന്നും പറഞ്ഞു ഇവൻ്റെ സകല വൃത്തികേടുകളും കെട്ടഴിച്ചങ്ങ് വിടുകയാണ് ഈ SI. അപ്പം ഞങ്ങളിതൊക്കെ അറിഞ്ഞത് എങ്ങനെയെന്നായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നതല്ലേ എന്ന് ചോദിച്ചേ. ഇവൻ്റെ സകല ചരിത്രവും ഞങ്ങൾ ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചുവെന്നും ഇവൻ കുടിച്ച മുലപ്പാലുണ്ടല്ലോ അതുവരെ ഛർദ്ദിപ്പിച്ചിട്ടുണ്ടെന്നും സാറ് കമലയോട് പറയണു. ഇവൻ്റെ മുറി ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. മയക്കുമരുന്നും അതുപോലെ അശ്ലീല മാസിക വീഡിയോയും മാസികയും എല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ സ്ഥലം ഞങ്ങൾക്ക് കാണണമെന്ന് ആ സാറ് കമലയോട് പറയുക. കാണിച്ചു തന്നാട്ടെ, ഞങ്ങൾക്ക് സമയം തീരെയില്ല എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം വേറൊരുത്തനെയും കൊണ്ട് അവൻ്റെ വീട്ടിൽ പോകാനെന്ന് സാറ് പറയുക. അപ്പം അത് കേട്ടപ്പോൾ കമല പതുക്കെ ഇവൻ്റെ മുറിയിലേക്ക് പോന്നിട്ട് ഇവനെയും തള്ളിക്കൊണ്ട് അതായത് SI അകത്തേക്ക് കയറിപ്പോയപ്പോഴാണ് നമ്മുടെ മനു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മനു കയറി വന്ന് ഇതൊക്കെ കാണുക കേട്ടോ. അങ്ങനെ ഹരിയുടെ മുറിയിൽ പോലീസുകാർ ചെന്നു. ഈ കമല കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. ഇതാണോടാ നിൻ്റെ മുറി എന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ റൂം എന്ന് ഹരി പറഞ്ഞു. അങ്ങനെ ഇത് തന്നെയാണ് എൻ്റെ മുറി എന്ന് കമലയോടും ചോദിച്ചു. അപ്പോൾ അതേന്ന് കമല പറഞ്ഞു. തുറക്കടാന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കൊണ്ട് തന്നെ തുറന്ന് അകത്ത് കയറ്റി അതിനുശേഷം മുറിക്കകത്ത് കയറിയിട്ട് സാറന്മാർ ഈ മുറി പരിശോധിക്കുക. ഇവനാണെ പേടിച്ച് വിറച്ച് കിലികിലാ വിറച്ച് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് സാർ എനിക്ക് അപ്പോൾ നീ കാണിച്ചു തന്നാൽ മതി, തിരയണ്ട, തെരച്ചിലൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം എന്ന് സാറ് ഇവനോട് പറഞ്ഞു. കമൽ ഇതൊക്കെ കൊണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ മുറി മുഴുവനും പരിശോധിക്കപ്പോൾ സാറേ ഇത് ഡ്രയറിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഓരോ സാധനങ്ങൾ തുറന്ന് അതിൽ നിന്നെടുക്കുന്ന ഓരോരോ സാധനങ്ങൾ കണ്ടപ്പം കണ്ണ് തള്ളിപ്പോയി അമ്മ. സ്വന്തം മകൻ്റെ മുറിയിലുണ്ടായിരുന്ന സാധനങ്ങൾ കണ്ടിട്ടെ ഇവൻ ഇത്രയ്ക്ക് വെറും നാറിയായിരുന്നു എന്നുള്ളത് അമ്മ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. വീഡിയോ, പെൻഡ്രൈവ്, പൊടികൾ,
അങ്ങനെ ഓരോരോ സാധനങ്ങൾ നീ അതിനകത്തുനിന്ന് കിട്ടാൻ വേറെ സാധനങ്ങളൊന്നുമില്ല, അതുപോലെ എല്ലാം പൊക്കി. അങ്ങനെ എല്ലാം പൊക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി അടുത്തത് മറ്റേ സാധനം നീ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഹരി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. അപ്പോൾ എൻ്റെ കയ്യിലില്ല സാറേ എന്ന് ഹരി പറഞ്ഞു കേട്ടോ. നിൻ്റെ കൈവശം ഉണ്ടല്ലോടാ, നീ 2 പേർക്ക് കൊടുത്തില്ലായിരുന്നോടാ എന്ന് ചോദിച്ചു. എവിടെയാണ് വെച്ചിരിക്കുന്നത്? അന്നേരം ഇല്ല, എൻ്റെ കയ്യിൽ ഇല്ല സാറേ എന്ന് പറഞ്ഞു. ഒരൊറ്റ അടിയായിരുന്നു കമലയുടെ മുന്നിലിട്ട് ഹരിയുടെ ചെവിക്കല്ല് തീർത്ത SI സാറ്. ഞെട്ടിപ്പോയി കമല. അയ്യോ എന്ന് പറഞ്ഞൊരു ഒറ്റ കാർച്ച, കവിളും പൊതിഞ്ഞിങ്ങനെ നിൽക്കാം. എടുക്കടാ സാധനം എടുക്കടാ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. അപ്പം അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ കമല. അന്നേരം ഹരി സാറേ അത് വേഗം എടുക്കടാന്ന് പറഞ്ഞു. അത് സാറേ എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ എടുക്കടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും വെച്ചിരിക്കുന്ന സ്ഥലം കണ്ട് ഇവർ അന്തം വിട്ടുപോയി. മയക്കുമരുന്നൊക്കെ ഇങ്ങനെ എടുത്ത് അങ്ങോട്ടേ ഇവരുടെ കയ്യിലേക്ക് അങ്ങ് എറിഞ്ഞിട്ട് കൊടുക്കുക ഹരി. അപ്പോൾ ഒരു ഇതിൽ ചെറുതേ ഉള്ളൂ, എല്ലാം ഉപയോഗിച്ച് തീർത്തതാ. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് വായും പൊത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ചേച്ചി. ഈ സാധനം കൈ കിട്ടിയതോടുകൂടി ആ സാറ് ചിരിച്ചു. ഇനിയുണ്ടോടാ എന്ന് ചോദിക്കുമ്പം അടുത്തത് നമ്മുടെ ഹരി എടുത്ത് കൊടുക്കുന്നു. അങ്ങനെ അടുത്തതെല്ലാം എടുത്തെടുത്ത് സാറിൻ്റെ കൈക്കുമ്പിൾ നിറച്ചാൻ വെച്ച് കൊടുക്കുക. അയ്യോ എന്നും പറഞ്ഞ് നിൽക്കുക നമ്മുടെ ചേച്ചി. PC തൊണ്ടി മുതലാ സൂക്ഷിച്ച് വെക്കണം, നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആ SI സാറ് PC-യോട് പറഞ്ഞു. നീങ്ങ് വന്നേ വാടാ എന്നും പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് പോണു. കമല ഇതൊക്കെ കണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയല്ലേ. ഇനി വേറെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോടാ? അപ്പം ഇല്ല സാറേ എന്ന് പറഞ്ഞു. കഞ്ചാവ് വല്ലതും ഉണ്ടോടാ? MDMA ഹാഷിഷ് അങ്ങനെ എന്തെങ്കിലും? അയ്യോ ഇല്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി പുണ്യാളനാവാൻ നോക്കുക. അപ്പോഴേക്കും അതിനകത്തിരുന്ന സാധനങ്ങളെല്ലാം വലിച്ചും പൊക്കിയൊക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കാം. അല്ല നീ പഠിക്കാൻ പോകുന്നവനാണല്ലോ, കോളേജ് കുമാരൻ, നീ പഠിക്കുന്ന വിഷയങ്ങൾ അത്യുഗ്രനാകട്ടോ എന്നും പറഞ്ഞ് ആ സാർ ഇങ്ങനെ കമലയുടെ മുന്നിലിട്ട് ഇവൻ്റെ തൊലി ഉരിക്കുക. ഒന്നാമത് തന്നെ പെൺവിഷയം. അതിലോ നിനക്ക് ഡബിൾ ഡോക്ടറേറ്റ് തന്നെ കിട്ടുവടാന്ന കാര്യം ഇങ്ങനെ ഈ സാറ് പറയുക. എന്നിട്ട് PC ഇവൻ്റെ അലമാരയിലെ തുണികളൊക്കെ ഒന്നുകൂടെ തപ്പി നോക്കാൻ പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ കാണും ഇനിയും എന്ന് സാറ് പറയുമ്പോഴത്തേക്കും PC എന്നവൻ്റെ തുണിയെല്ലാം വലിച്ച് അടിച്ചിട്ടു. അങ്ങനെ അലമാരി മുഴുവനും തപ്പുക. പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്നിട്ട് ഇവനെയും കൊണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങ് പോരും കേട്ടോ. മനു ആണെ പിന്നാലെ ചെല്ലി. ഇവൻ ഇത്രയൊക്കെ ആയിട്ട് ഒരു കൂസൽ പോലും ഇല്ല ഈ ഹരി എന്ന് പറയുന്നവൻ. അവൻ്റെ മുഖത്ത് യാതൊരു ചലനമാറ്റങ്ങൾ പോലും ഇല്ല. അവനെ കൊണ്ടുവന്ന് വണ്ടിയെ കയറ്റി മനു ഇവരുടെ പിന്നാലെ ചെല്ലുന്നു. ഇവനെ കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഇവനെ കയറ്റി കൊണ്ടുപോകുന്നത് വരെ രൂക്ഷമായി ഇങ്ങനെ മനു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പോലീസുകാർ എന്നിട്ട് പോയി കതക് ഡോറ് തന്നെ അടയുകയും ചെയ്തു. മനു എന്നിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് കമല വേഗം ഫോൺ എടുത്ത് ഭർത്താവിനെ വിളിക്കുക കേട്ടോ. ഭർത്താവിനെ വിളിച്ചു. കമലെ പറയാൻ പറഞ്ഞു. ഹലോ ശിവേട്ടാ, എൻ്റെ പൊന്ന് ശിവേട്ട, ഞാൻ എത്ര തവണ വിളിച്ചു. ഇന്ന് രാവിലെ മുതൽ ഞാൻ വിളിക്കുകയല്ലേ എന്ന് കമല ചോദിക്കാം. കമല, ഞാൻ റിയാദ് വരെ ഒന്ന് പോയിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഞാൻ ഇവിടുന്ന് പോയത്. എവിടെ പോവുകയാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ ശിവേട്ടാ എന്ന് കമല ചോദിക്കണം. ഞാൻ എവിടെ കിടന്ന് എത്രമാത്രം വിഷമിച്ചെന്ന് അറിയാവോ? എനിക്ക് വയ്യ എന്നും പറഞ്ഞുകൊണ്ട് കമല പറയണു. നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കമലയെ കാര്യങ്ങൾ. കമ്പനി എന്നെ റിയാദിലേക്ക് അയച്ചതാണെന്നും ഫ്ലൈറ്റിൽ വെച്ച് എനിക്ക് വിളിക്കാൻ പറ്റുമെന്നും ചോദിച്ചു. പിന്നെ എൻ്റെ കൂടെ മാനേജ്മെൻറ്റ് സ്റ്റാഫും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. പിന്നെ റിയാദിൽ ചെന്ന ഉടനെ മീറ്റിങ്സ്, കോൺഫറൻസ്. അവിടെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് തിരിച്ച് ഫ്ലൈറ്റിൽ എനിക്ക് വരണ്ടേ? എൻ്റെ തിരക്കുകളും കാര്യങ്ങളും നീ എന്താ അറിയാത്തത്? നിനക്കറിയാലോ ഫ്ലൈറ്റിനകത്ത് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. അപ്പം എന്നോടൊന്നും ശിവേട്ടൻ പറയണ്ട. എനിക്കിനി ജീവിച്ചിരിക്കണ്ട, ചത്തേച്ചാ മതിയെന്ന് പറഞ്ഞ് കമല. എന്നാ കാര്യം എന്ന് വെച്ച് നീ കമല എന്നാ പറ്റിയേ? അപ്പം കരിയുടെ കേസിൻ്റെ കാര്യം നാട്ടുകാർ മുഴുവനും അറിഞ്ഞ് ശിവേട്ടാന്നും പറഞ്ഞാൽ കരയണത്. പിന്നെ ഇവിടെ ഗേറ്റിൻ്റെ മുന്നിൽ കുറേ നാട്ടുകാർ വന്ന് നിന്ന് കല്ലേറും ചീത്തവിളിയും ഒക്കെ ആയിരുന്നു എന്ന കാര്യവും പറഞ്ഞു. പിന്നെ കുറച്ച് മുൻപ് ഹരിയം കൊണ്ട് പോലീസ് ഇവിടെ വന്നായിരുന്നു. ഹരിയം കൊണ്ടോ? എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ അത് തെളിവെടുപ്പിനാണെന്ന് പറഞ്ഞതെന്ന കാര്യം പറയുക. പിന്നെ വിലങ്ങൊക്കെ വെച്ചാ കൊണ്ടുവന്നേ. എന്നാ തെളിവെടുപ്പ് നീ ചോദിച്ചില്ലേ എന്ന് ശിവേട്ടൻ ചോദിക്കുമ്പം മറ്റേ പെണ്ണിനെ പീഡിപ്പിച്ചെന്നല്ലേ പരാതി. പിന്നെ ഹരിയെ ഉൾപ്പെടെ 4 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു പോലീസുകാരെന്ന കാര്യമൊക്കെ പറയാം. ചുമ്മാ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതിയോ? അതിന് തെളിവ് വേണ്ടേന്ന് ചോദിക്കുകയാണ് ശിവൻ. ഒരു പെണ്ണ് പരാതി കൊടുത്താൽ ഉടനെ അറസ്റ്റ് ചെയ്യാൻ ഇരിക്കുകയാണോ പോലീസുകാർ എന്നാണ് ശിവന്റെ ചോദ്യം. കസ്റ്റഡിയിൽ എടുക്കുമായിരിക്കും ചോദ്യം ചെയ്യാനായിട്ട്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് ശിവേട്ടൻ പറയാം. പിന്നെ നീ പേടിക്കൊന്നും വേണ്ട,
ഇതെനിക്ക് ഇവിടെ ഇരുന്ന് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ആ പെണ്ണ് പോലീസിനോട് പറഞ്ഞേക്കുന്നത് അവളെ റേപ്പ് ചെയ്തു എന്നൊക്കെയാണെന്ന കാര്യം പറഞ്ഞപ്പോൾ അതല്ലേ പറഞ്ഞത്, തെളിവില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. മനു ഉണ്ടോ അവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവിടെ ഉണ്ട്. അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഹരിയുടെ കാര്യം അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ജന്മം ചെയ്ത് അവൻ പോകത്തില്ലെന്ന കാര്യം കമല പറയാം. ഞാൻ എന്നെ ചെയ്യും എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കരച്ചിൽ. ഞാനൊരു പെണ്ണായി പോയില്ലേ ശിവേട്ട, ഇല്ലെങ്കിൽ ഞാൻ പോയേനെ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ മനുവിനെ ഒന്ന് വിളിക്കട്ടെ. മധുസൂദൻ എന്നല്ലേ ഇപ്പോൾ സ്ഥലം DYSP, എനിക്കറിയാം അയാളെ, നീ കോള് കട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. മനു എന്നും പറഞ്ഞ് വിളിക്കുന്നു. ഇവനെവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് കമല അതിലേക്ക് അന്വേഷിച്ച് നടക്കുക മകനെ. മനു ഈ വക ചീഞ്ഞ കേസിനൊന്നും നിൽക്കില്ല എന്ന് കമലയ്ക്ക് അറിയാമെങ്കിൽ പോലും പുള്ളിക്കാരി ഇങ്ങനെ നടക്കാം. ഈ സമയത്ത് മനു അവിടെ നിന്ന് ഫോണിൽ വിളിക്കുക. അപ്പോൾ വിളിക്കുന്ന വേറെ ആരുമല്ല, അച്ഛനാ. നീ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ട് അച്ഛാ. അപ്പം നീ എന്നാ ഹരിയുടെ കാര്യത്തിലൊന്നും ചെയ്യാത്തത്? ആ DYSPയും CIA ഒക്കെ ഒന്ന് കാണണ്ടായിരുന്നോ? അച്ഛൻ എന്തറിഞ്ഞോണ്ട് ഈ പറയുന്നു മനു അന്നേരം ചോദിച്ചു. അച്ഛൻ ഇതൊരു നിസാര കേസല്ല എന്ന് മനു അച്ഛനോട് പറയുക. എടാ നമ്മുടെ കയ്യിൽ നിന്ന് പണം തട്ടാനുള്ള കളിയല്ലേടാ ഇതെന്ന് ചോദിക്കുമ്പം അച്ഛനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാ. അച്ഛൻ അറിഞ്ഞതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ. കമല പറഞ്ഞല്ലോ ഏതോ പെണ്ണ് ഹരിയുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാനുള്ള പണിയാണെന്ന്. അച്ഛനോട് ഞാനതൊക്കെ എങ്ങനെയാ അച്ഛാ പറയുന്നേ? ഹരി പ്രേമിച്ചുകൊണ്ടിരുന്ന പെണ്ണാ അത്. കൂട്ടുകാരൻ്റെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് എന്ന് കള്ളം പറഞ്ഞ് അവൻ ആൾ താമസമില്ലാത്ത ഒരു വീട്ടിൽ കൊണ്ടുപോയി കയറ്റി. പിന്നെ കടപ്പാട്ട് രോഹി അടക്കം 4 പേരുണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ കേട്ട് ശിവൻ കണ്ണും തള്ളി ഇങ്ങനെ ഇരിക്കുവാണ്. ആ പെണ്ണിനെ മയക്കുമരുന്ന് കൊടുത്ത അവന്മാർ എന്നതാ ചെയ്തതെന്ന് അച്ഛൻ അറിയാണ്ടിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പിന്നെ അച്ഛാ നാളെ ഇത് കേരളം മുഴുവനും അറിയും, ഗൾഫിലും വരും, വാർത്തയും പടവും എല്ലാം വരും. അച്ഛൻ അറിയാവോ? പിന്നെ ഇവിടുത്തെ TV ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസായിട്ട് വന്നു വരെ തുടങ്ങി. അച്ഛൻ വിചാരിക്കുന്നത് പോലെ കുറച്ച് പണം കൊടുത്ത് ഊരിപ്പോരാവുന്ന കേസല്ല ഇതെന്ന് മകൻ പറഞ്ഞു കൊടുത്തു. നാളെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും, ജാമ്യം പോലും കിട്ടത്തില്ല, റിമാൻഡ് ചെയ്ത് സബ് ജയിലിൽ അടക്കത്തേ ഉള്ളൂ എന്ന കാര്യവും പറയാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അത്രയും വലിയ കേസാണോടാ മോനെ ഇതെന്ന് അച്ഛൻ ചോദിച്ചേ. അപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല അച്ഛാ. അച്ഛൻ ഇവിടം വരെ ഒന്ന് വരണം, അല്ലാതെ ഒരു രക്ഷയില്ല, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ നിവർത്തിയില്ല എന്നും മനു പറഞ്ഞപ്പം ശരി ഞാൻ വരാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ശിവൻ. നീ കട്ട് ചെയ്തോളാനും പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു മനു ഇങ്ങനെ അവിടെ നിൽക്കുന്നു. കയ്യിൽ നിന്ന് പോയ കേസാണെന്ന് അച്ഛനും മനസ്സിലായി. അദ്ദേഹവും ആകെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന പോലീസുകാർ നമ്മുടെ രോഹിയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. അതായത് ബാലൻ്റെ വീട്ടിലേക്ക്. അവിടെ വന്ന് ഇങ്ങനെ ഗേറ്റിങ്ങിൽ വന്ന് ഓൺ അടിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ ശബ്ദം കേട്ട് നമ്മുടെ അലീനെ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ പോലീസ് ജീപ്പ്. അപ്പോൾ അങ്ങോട്ടേക്ക് കൃഷ്ണ വന്നു. ആരാ ചേച്ചി പുറത്ത് വന്നിരിക്കുന്നതെന്നും ചോദിച്ചു. അപ്പോൾ പോലീസ് ജീപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കി അന്താളിപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുന്നു. ദൈവമേ എന്താകുമെന്നോർത്തുള്ള പേടിയോടെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.